ദിസ് ഈസ് EVM UP സ്കൂൾ റേഡിയോ. കേൾക്കൂ കേൾക്കൂ കേട്ട് രസിക്കൂ. സ്കൂളിലെങ്ങും പാട്ടായി. സ്റ്റാർ FM 19.55. എല്ലാ കൂട്ടുകാർക്കും സ്റ്റാർ എഫിലേക്ക് സ്വാഗതം. ഞാൻ RJ അർവ. ഞാൻ RJ റീഹ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്ലാസിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കേട്ടു രസിക്കാൻ നിങ്ങളുടെ ഇഷ്ടപാട്ടുകളുമായി ഞാൻ RJ റസ്ല. എല്ലാവർക്കും പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമല്ലേ? ഇതാ ഒരു മനോഹരമായ ഗാനവുമായി ദിയ എത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽക്കിനാവിന്റെ ചെപ്പിൽ വീണുമയങ്ങുമിൻ മുത്തേ, നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ, ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൻ കനക്കുന്ന മോഹം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മാടി വിളിക്കുന്നു ദൂരെ മായാത്ത സ്വപ്നത്തിൻ തീരം, ആരും കൊതിക്കുന്ന തീരം, ആനന്ദ പാൽക്കടലോരം, ആരും കാണും സ്വപ്നം കാണാൻ പോരൂ പോരൂ ചാരേ, മൂവന്തി ചേലുക്കും മുത്തേ. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ഇനി നമുക്കൊരു കഥ കേട്ടാലോ? ഒരു കുറുക്കന്റെ കഥയുമായി അൻവിൻ. കുറുക്കന് കിട്ടിയ നെയ്യപ്പം. പണ്ട് ഒരു മുത്തശ്ശി നെയ്യപ്പം ഉണ്ടാക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു നെയ്യപ്പം ചട്ടിയിൽ നിന്നിറങ്ങി ഒരൊറ്റയോട്ടം. പാവം മുത്തശ്ശി നെയ്യപ്പത്തിന് പിറകെ പ്രാഞ്ചി പ്രാഞ്ചി ഓടി. നെയ്യപ്പമാണെങ്കിലോ താനൊരു ഓട്ടക്കാരനാണെന്ന് ഭാവത്തിൽ ഓട്ടം. ഒടുവിൽ മുത്തശ്ശി തളർന്നു. അവർ ഓട്ടം നിർത്തി. നെയ്യപ്പം ഓടിപ്പോകുന്നത് ഒരു പൂവൻ കോഴി കണ്ടു. ഹായ്, എന്തു നല്ല നെയ്യപ്പം, ഇതിനെ കൊത്തി തിന്നണം. പൂവൻ കോഴി നെയ്യപ്പത്തിന് പുറകെ ഓടി. കോഴി വരുന്നത് കണ്ടതും നെയ്യപ്പം ഒന്നും കൂടി വേഗം കൂട്ടി. കോഴി നെയ്യപ്പത്തിന് പിറകെ ഓടി തളർന്നു. അത് നെയ്യപ്പത്തെ ഉപേക്ഷിച്ച് മറ്റൊരു വഴിക്ക് പോയി. നെയ്യപ്പത്തിന് അല്പം അഹന്ത തോന്നി. ഞാൻ എന്തൊരു ഓട്ടക്കാരനാ, തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. നെയ്യപ്പം വിചാരിച്ചു. നെയ്യപ്പത്തിന്റെ ഓട്ടം ഒരു കാക്ക കണ്ടു. കാക്കയും നെയ്യപ്പത്തിനു പുറകെ വച്ചു പിടിച്ചു. പക്ഷേ
എവിടെ കിട്ടാൻ? കാക്കയിൽ നിന്ന് നെയ്യപ്പം ഓടി രക്ഷപ്പെട്ടു. കാക്കയും നിരാശയോടെ പറന്നുപോയി. നെയ്യപ്പത്തിൻ്റെ ഈ ഓട്ടം ഒരു കുറുക്കൻ കണ്ടു. നെയ്യപ്പം കണ്ടപ്പോൾ തന്നെ ഒരു കപ്പലോടിക്കാൻ വേണ്ട വെള്ളം അവൻ്റെ വായിലുണ്ടായി. എങ്ങനെയെങ്കിലും ഈ നെയ്യപ്പം വായിലാക്കണം. കുറുക്കൻ ഒരു സൂത്രം ആലോചിച്ചെടുത്തു. കുറുക്കൻ നെയ്യപ്പത്തിൻ്റെ പിന്നാലെ പാഞ്ഞു. കുറച്ചു അടുത്തെത്തിയതും കുറുക്കൻ പറഞ്ഞു, ചങ്ങാതി നിൽക്കൂ, ഇതെന്തൊരു ഓട്ടമാ! നിന്നെ ഓട്ടത്തിൽ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. തന്നെ പുകഴ്ത്തിയ കുറുക്കൻ്റെ സംസാരം നെയ്യപ്പത്തിന് നന്നേ ബോധിച്ചു. നെയ്യപ്പം ഓട്ടത്തിൻ്റെ വേഗത കുറച്ചു. കുറുക്കൻ ഒപ്പം നടന്നു. നെയ്യപ്പത്തിന് അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി. കുറുക്കൻ്റെ പുറത്ത് കയറി ഗമയിലൊന്ന് സഞ്ചരിക്കാലോ. നെയ്യപ്പം കുറുക്കൻ്റെ പുറത്ത് ചാടിക്കയറി. കുറച്ചു ദൂരം കുറുക്കൻ നെയ്യപ്പത്തെ ചുമന്ന് നടന്നു. അവന് കൊതി കൂടി വന്നു. കുറുക്കൻ നെയ്യപ്പത്തിനോട് പറഞ്ഞു, ചങ്ങാതി നീ എൻ്റെ തലയിൽ കയറിയിരുന്നാൽ കൂടുതൽ സ്ഥലങ്ങൾ കാണാനാവും. എന്തു ഭംഗിയാണെന്നോ! നെയ്യപ്പം ഉടനെ കുറുക്കൻ്റെ തലയിൽ കയറിയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി അകലെയുള്ള സ്ഥലങ്ങൾ കാണാമെന്നായി. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ കുറുക്കൻ വീണ്ടും പറഞ്ഞു, ചങ്ങാതി നീ എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് കയറിയിരുന്നാൽ നിനക്ക് ഇതിലും കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. നെയ്യപ്പം അതും വിശ്വസിച്ച് ഉടൻ തന്നെ മൂക്കിൽ കയറിയിരുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല കുറുക്കൻ്റെ വായിലാകാൻ. അങ്ങനെ ബുദ്ധിയും ക്ഷമയും ഉപയോഗിച്ച് കുറുക്കൻ നെയ്യപ്പം തിന്നു. കൂട്ടുകാരെ, ബുദ്ധിയും ക്ഷമയും ഉപയോഗിച്ച് കുറുക്കൻ എങ്ങനെയാണ് നെയ്യപ്പം സ്വന്തമാക്കിയതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. മാപ്പിളപ്പാട്ടുമായി അഭിഷ. ചെമ്പകപ്പൂ തേനിതരതരം ചന്ദിര സുന്ദര പൂമുഖമതൃപം ഗസലുകൾ തെൻ പൊന്നൊളിനാലയിൽ ആടുന്നു സുലൈഖ ബീവി. മൊഞ്ചായ മൊഞ്ചുകൾക്കകിലം കഞ്ചകമേറിയ യൂസുഫ് നബിയെ ചെഞ്ചലപ്പൂ മിഴി കണ്ടിനോളിക്കൊണ്ട് സുലൈഖ ബി വലയെറിഞ്ഞേ. ചെമ്പകപ്പൂ തേനിതരതരം ചന്ദിര സുന്ദര പൂമുഖമതൃപം ഗസലുകൾ തെൻ പൊന്നൊളിനാലയിൽ ആടുന്നു സുലൈഖ ബീവി. മൊഞ്ചായ മൊഞ്ചുകൾക്കകിലം കഞ്ചകമേറിയ യൂസുഫ് നബിയെ ചെഞ്ചലപ്പൂ മിഴി കണ്ടിനോളിക്കൊണ്ട് സുലൈഖ ബി വലയെറിഞ്ഞേ. ചെമ്പകപ്പൂ തേണിതരതരം ചന്ദിര സുന്ദര പൂമുഖമതൃപം ഗസലുകൾ തെൻ പൊന്നൊളിനാലയിൽ ആടുന്നു സുലൈഖ ബീവി. മറ്റൊരു ഗാനവുമായി ഫാത്തിമ.
ഫാത്തിമ പി 3A ക്ലാസ്സിൽ പഠിക്കുന്നു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട് ചാഞ്ചാടു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട് ചാഞ്ചാടു. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പീച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട് ചാഞ്ചാടു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, അരടമയ ഓന്തേവ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി ട്രുർ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട് ചാഞ്ചാടു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട് ചായുറങ്ങൂ. കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട് ചായുറങ്ങൂ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട് ചായുറങ്ങൂ. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനിയും മനോഹരമായ പരിപാടികളുമായി വീണ്ടും കാണാം. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായോ? ഇനിയും ഇതുപോലെ മനോഹരമായ പരിപാടികളുമായി മറ്റൊരു അവസരത്തിൽ കാണാം. ശുഭദിനം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസിന്റെ പരിപാടിയുമായി നിങ്ങൾക്ക് മുൻപിൽ എത്താം. അതുവരെ നിങ്ങളോട് ബൈ പറയുന്നത് RJ റീഹ and RJ Arba.